ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അന്നത്തെ രാത്രി അവനീതലത്തിലുള്ള അഖിലർക്കും അവാച്യമായി അസാധാരണമായി അനുഭവപ്പെട്ടു. കർമ്മസാക്ഷി ഉദയാദ്രിയിൽ ആരോഹണം ചെയ്തു. തെളിഞ്ഞ കിരണങ്ങൾ വാരി വിതറി. അത്ഭുത തേജസ്വി എന്ന രഘുപതി സത്രശാലയിൽ സന്നിഹിതനായി. അശ്വമേധത്തിന് വന്നിട്ടുള്ള മഹർഷിവര്യന്മാർ അവിടുത്തെ ചുറ്റുമെത്തി. ബ്രഹ്മഋഷി ശ്രേഷ്ഠന്മാരായ വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, കാശ്യപൻ, അത്യുഗ്ര തപോബലമുള്ള വിശ്വാമിത്രൻ, തപോനിധികളിൽ അഗ്രഗണ്യരായ ദുർവാസാവ്, പുലസ്ത്യൻ, അതേപോലെ ശക്തി ആർജിച്ച ഭാർഗവൻ, വാമനൻ, ചിരഞ്ജീവിയായ മാർക്കണ്ഡേയൻ, കീർത്തിയേറിയ മൗദ്ഗല്യൻ, സാക്ഷാൽ ഗർഗൻ, മഹാത്മാവായ ചവനൻ, ധാർമ്മികോത്തംസമായ ശതാനന്ദൻ, അഗ്നിപുത്രനും അമിത തേജസ്വിയുമായ ഭരദ്വാജൻ, ദേവഋഷിവര്യന്മാരായ ശ്രീനാരദൻ, പർവ്വതൻ, 3 ലോകങ്ങളിലും പുകഴാർന്ന ഗൗതമൻ, കാത്യായനൻ, സുയജ്ഞൻ, ഭഗവാൻ അഗസ്ത്യൻ തുടങ്ങിയവരും കൊടും തപസ്സനുഷ്ഠിക്കുന്ന അനേകം മുനിവര്യന്മാരും കൗതുകഭരിതരായി തന്നെ ആസനസ്ഥരായി. അചിന്ത്യവീര്യം ഇയെന്ന അരക്കന്മാർ, കരുത്തേറിയ വാനരന്മാർ, മഹാനുഭാവന്മാരായ പ്രജാപ്രമുഖന്മാർ, ക്ഷത്രിയന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ തുടങ്ങി 1000 ആളുകൾ ആഗതരായി. യഥാവിധി ദിനകൃത്യങ്ങൾ ചെയ്യുന്നവരും വിദേശവാസികളുമായ വിപ്രവര്യന്മാരും കർമ്മം, ജ്ഞാനം, ഭക്തി എന്നീ യോഗങ്ങളിൽ സുസ്ഥിരമായി വർത്തിക്കുന്നവരും സീതാദേവിയുടെ ശബ്ദം നേരിട്ട് ദർശിക്കുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. യഥാർഹ സ്ഥാനങ്ങളിൽ ഓരോരുത്തരും ഉപവിഷ്ടരായി. ചെറിയൊരു ശബ്ദം പോലും ആ രാജസദസ്സിൽ നിന്ന് ഉയരുന്നില്ല. മഹാനുഭാവന്മാരായ സദസ്യർ മാമല പോലെ ചലനരഹിതരായി ശ്വാസോച്ഛ്വാസം കൂടിയില്ലാത്ത മട്ടിൽ ഇരിക്കുകയാണ്. അത്യുജ്വലമായൊരു രാജകീയ സമാജം കല്ലിൽ കൊത്തിവെച്ചതുപോലെ തോന്നും. എല്ലാവരും സന്നിഹിതരായെന്നറിഞ്ഞ ഭഗവാൻ വാൽമീകി ദേവി സീതയും ഒന്നിച്ച് അവിടുത്തേക്ക് എഴുന്നള്ളി. ദേവദേവനായ വിധാതാവിനെ അനുഗമിക്കുന്ന വേദമാതാവെന്ന പോലെ ബ്രഹ്മർഷിയുടെ പിന്നിൽ ശിരസ് അല്പമൊന്ന് ചായ്ച്ച് ശ്രീരാമചന്ദ്രസ്വാമിയെ ഹൃദയസിംഹാസനത്തിൽ സുസ്ഥിരമായിരുത്തി കൈകൾ താമരപ്പൂമൊട്ട് പോലെ ബാഷ്പം നിറഞ്ഞ കണ്ഠത്തോടെ എഴുന്നള്ളുന്ന ജാനകീദേവിയെ കണ്ടവരുടെ വക്ത്രത്തിൽ നിന്ന് സാധുവാദം മുഴങ്ങി. ഭൂമിയെ മാത്രമല്ല അമ്പരതലത്തെ കൂടി ആ കോലാഹലം പെട്ടെന്ന് ഭേദിച്ചു. അചഞ്ചലമായ യതീശ്വര ഹൃദയങ്ങളിൽ കൂടി ശോകം കടന്നാക്രമിച്ചു. ക്രമത്തിൽ വർദ്ധിച്ച മനസ്സിനെ കീഴൊതുക്കി ചഞ്ചലമാക്കി. ബ്രഹ്മഋഷി വര്യന്മാർക്കു കൂടി മനോനിയന്ത്രണം സാധിക്കാതെയായി. അത്ഭുതം കൊണ്ട് വികസിച്ച നയനങ്ങൾ ശ്രീരാമചന്ദ്രദേവന്റെയും സീതാദേവിയുടെയും രൂപങ്ങളിൽ മാറി മാറി സമർപ്പിക്കുക മാത്രം ചെയ്തു. അവിടെ വന്നു ചേർന്നിട്ടുള്ള മറ്റു കാണികളിൽ പലരും സ്ഥലകാല ബോധം വിട്ട് ദേവാ ദേവാ, നല്ലത് നല്ലത്, മഹാദേവി സീതേ, നല്ലത് നല്ലത് എന്നിങ്ങനെ ആർക്കുവാൻ തന്നെ ആരംഭിച്ചു. സീതാസമേതനായി എഴുന്നള്ളിയ ഭഗവാൻ വാൽമീകി സദസ്സിന്റെ മധ്യത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പുരോഭാഗത്തിൽ ചെന്ന് തൃക്കണ്ണുകൾ എല്ലാവരിലും പതിപ്പിച്ച് മനോഹര മന്ദഹാസത്തോടെ, ദശരഥ മഹാരാജനന്ദന, ധർമ്മചാരിണിയും പതിവ്രത രത്നവുമായ സഹധർമ്മിണി, ദുഷ്കീർത്തി നിമിത്തം എൻ്റെ ആശ്രമ സമീപത്തിൽ പരിത്യക്തയായവൾ ഇതാ വന്നിരിക്കുന്നു. മഹാവ്രതനായ രാമ, ലോകാപവാദ ഭയത്തോടു കൂടിയ അങ്ങേക്ക് ജാനകി ഉറപ്പു നൽകും. അതിന് അനുവാദം നൽകൂ. സീത ഇരട്ട പെറ്റുണ്ടായ ഈ ദുരാദർശ കുമാരന്മാർ അങ്ങയുടെ ആത്മജന്മാരാണ്. ഞാനീ പറയുന്നത് സത്യം. പ്രചേതസിൻ്റെ 10ാമത്തെ പുത്രനായ ഞാൻ, ഹേ രഘുനന്ദന, അസത്യവാക്ക് ചിന്തിക്കുകയേ പതിവില്ല. ഇവർ അങ്ങയുടെ ഉണ്ണികളാണ്. 1000 വർഷങ്ങൾ കഠോര തപസ് ചെയ്തിട്ടുള്ള ഞാൻ പറയുന്നു. സീതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റമുണ്ടെങ്കിൽ ആ തപോബലം ഒട്ടും തന്നെ എനിക്ക് സിദ്ധിക്കേണ്ട എന്ന്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ പാപമൊന്നും ചെയ്യാത്തവളാണ് ഈ സീതയെങ്കിൽ മാത്രമേ എനിക്ക് തപസ്സിൻ്റെ ഫലം വേണ്ടൂ. ഇവൾ പരിപൂർണമായും നിർദോഷയാണ്. ഹേ കാകുൽസ്ഥ, പഞ്ചേന്ദ്രിയങ്ങളിലും 6ാമത്തേതായ മനസ്സിലും യാതൊരുവിധ മാലിന്യവും ബാധിച്ചിട്ടില്ല എന്ന് തികച്ചും ബോധ്യമായതിനു ശേഷമേ കാട്ടിൽ വെച്ച് ഞാൻ ഇവളെ കൈക്കൊണ്ടുള്ളൂ. സീതയുടെ ചരിത്രത്തിലെ അക്ഷരങ്ങൾ ഓരോന്നും പരിശുദ്ധിയുടെ രൂപങ്ങൾ മാത്രം. പാപത്തിൻ്റെ കണിക പോലും ഏശാത്ത ഈ സതീരത്നം ലോക അപവാദ ഭീരുവായ അങ്ങേക്ക് വിശ്വാസം തരും. പാവനത്വം മൂർത്തീകരിച്ചവളാണ് ജാനകി എന്ന് ദിവ്യചക്ഷുസിനാൽ വിശദമായി ഞാൻ കണ്ടിരുന്നു. നരവരാത്മജനായ രാമ, ഇവൾ നല്ലവളാണെന്ന് തികച്ചും ബോധ്യമായിട്ടും ലോകാപവാദത്തിൽ കലുഷഹൃദയനായി ഉപേക്ഷിച്ചതാണെന്നും എനിക്കറിയാം. ഭഗവാൻ വാൽമീകി പറഞ്ഞത് കേട്ട ശ്രീരാമൻ തൊഴുത് ജനമധ്യത്തിൽ നിൽക്കുന്ന സീതാദേവിയെ സസ്നേഹം കടാക്ഷിച്ച്
ഭഗവാനെ, അവിടുന്ന് അരുളി ചെയ്തതുപോലെ എല്ലാം നടക്കട്ടെ. ധാർമ്മിക അഗ്രേസരനായ അവിടുത്തെ വാക്കുകൾ സത്യമല്ലാതെ വരുമോ? പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. വാനോരുടെ മുന്നിൽ വെച്ച് മുമ്പ് തന്നെ വൈദേഹി വിശുദ്ധിയാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് സസന്തോഷം ഞാൻ സ്വീകരിച്ച് അരമനയിലേക്ക് കൊണ്ടുപോന്നു. എന്നാൽ ലോകാപവാദം വളരെ വലുതാകയാൽ അല്ലയോ ബ്രഹ്മൻ, സീതയെ പരിത്യജിക്കേണ്ടി വന്നു. പരിശുദ്ധിയാണെന്ന് മൈഥിലി എന്നറിഞ്ഞിട്ടും ഉപേക്ഷിച്ചതിനെ അവിടുന്ന് ക്ഷമിക്കണേ. ഈ കുശനും ലവനും ഇരട്ട പ്രസവിച്ചവരുണ്ടായതാണെന്നും എൻ്റെ തനയന്മാരാണെന്നും എനിക്കറിയാം. ഈ ജനതാമധ്യത്തിൽ സീത പാവന ആണെന്ന് തെളിയിച്ച് ഏവർക്കും ആനന്ദമേകട്ടെ. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അഭിപ്രായം ഇന്നതാണെന്ന് അമരവരന്മാർക്കും മനസ്സിലായി. ദേവേന്ദ്രനെ മുൻനിർത്തിയ അവരെല്ലാം സീതാശപഥ നിർവഹണം കാണുവാൻ ഉഴറിയെത്തി. തുടർന്നുകൊണ്ട് അമ്പരതലത്തിൽ ആദിത്യന്മാർ, രുദ്രന്മാർ, വസുക്കൾ, അശ്വിനി ദേവകൾ, മരുത്തുകൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, വിശ്വേദേവകൾ, സാധ്യന്മാർ, മഹർഷീശ്വരന്മാർ, സിദ്ധന്മാർ, നാഗമുഖ്യന്മാർ, മഹാവിഷ്ണു വാഹനമായ വൈനതേയൻ എന്നിവരെല്ലാം നിരന്നു. ഹൃദയം കുളിർത്തവരാണെങ്കിലും സീതയുടെ ശബ്ദത്തിൽ സംഭ്രാന്തി വളർന്നു തുടങ്ങി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.